നിലമ്പൂരിൽ ബസ് തൊഴിലാളികൾ ആരംഭിച്ച പണിമുടക്ക് പിൻവലിച്ചു. ഇന്നലെ ഉച്ച മുതൽ ആരംഭിച്ച പണിമുടക്കാണ് അവസാനിപ്പിച്ചത്. നഗരസഭയിൽ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിലാണ് തീരുമാനമായത്. ബസ് തൊഴിലാളികൾ ഒരു മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു. അത് യാത്രക്കാർക്കുണ്ടാക്കിയ പ്രയാസവും ബുദ്ധിമുട്ടും ഞങ്ങൾ അറിയിക്കുകയും ബസ്സുകാരുമായി ചർച്ച നടത്തുന്നതിനും ആ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കുന്നതിനും വേണ്ടി നഗരസഭാ പരിധിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് പോലീസ്, റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ്, താലൂക്ക് തഹസിൽദാർ, PWD എഞ്ചിനീയർ, അങ്ങനെയുള്ള വിഭാഗം ആളുകളെയും JRTO, നഗരസഭാ സെക്രട്ടറി, ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും അടങ്ങിയ ഒരു യോഗം അവരെ ബസ്സിൻ്റെ മുതലാളിമാരെയും അതിലെ തൊഴിലാളികളെയും വിളിച്ചു ചേർത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ചെയ്തത്. അതിനിപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടത് റോഡ് ബ്ലോക്ക് തീരുന്നതിന് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തോളമായി കരിമ്പുഴ വെളിയന്തോട് ഭാഗത്ത് നടക്കുന്ന ഒരു കൾവർട്ടിൻ്റെ പ്രശ്നം, താലൂക്ക് ഓഫീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രശ്നവുമാണ്. അത് പണി പൂർത്തീകരിക്കാത്തത് കൊണ്ടുള്ള റോഡ് ബ്ലോക്കാണ് ഇവിടെ വിഷയമുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടക്കര ഭാഗത്ത് ആ റോഡ് വരുന്ന വഴിക്കടവിൽ നിന്ന് എടക്കര ഭാഗത്തെത്തുമ്പോൾ മൂത്തേടം വഴി അത് തിരിച്ചുവിടുക, കരളായി വഴി അത് തിരിച്ചുവിടാനും, അതുപോലെ അത് വലിയ വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ കരിമ്പുഴ ഭാഗത്തു നിന്ന് അത് വല്ലപ്പുഴ വഴി ചന്തക്കുന്ന് വഴി തിരിച്ചുവിടാനുമുള്ള നിർദ്ദേശം ഇന്ന് നൽകി. പാത്തിപ്പാറ ഏനാന്തി വഴിയാണ് അത് അങ്ങനെ കടന്നു പോകാം. അപ്പോൾ ഈ രീതിയിൽ ബസ്സുകളും ചെറുവാഹനങ്ങളും ലോറികളും തിരിച്ചുവിടുന്നതിന് ആവശ്യമായ റൂട്ട് മാപ്പ് PWD ഏർപ്പാട് ചെയ്യുകയും അവർക്ക് അവിടെ എടക്കര ഭാഗത്താണെങ്കിലും കരിമ്പുഴ ഭാഗത്താണെങ്കിലും ഹോം ഗാർഡിനെ വെച്ചുകൊണ്ട് പോലീസ് അതിന് സംവിധാനം ഒരുക്കുകയും ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭയിൽ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ട് അവർ സൂചിപ്പിച്ചത് നിലവിലെ ബൈപ്പാസ്, ഇങ്ങനെ നഗരസഭയുടെ ചെറിയ ബസ് സ്റ്റാൻഡിന് മുൻപിലുള്ള ബൈപ്പാസ് അത് കുറച്ച് പരിക്കുണ്ട്, അതിന് കുണ്ടും കുഴിയൊക്കെ നിവർത്തി നന്നാക്കി കൊടുക്കണമെന്ന് നിർദ്ദേശം അവർ പറഞ്ഞിട്ടുണ്ട് നഗരസഭയോട്. അതോടൊപ്പം തന്നെ KSRTC ബസ്സിന് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒറ്റ ട്രാക്കേ ഉള്ളൂ. ആ ട്രാക്കിന് പകരം അത് ഒരുപാട് KSRTC ബസ്സുകൾ മുഴുവൻ ട്രാക്കുകളും പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും അത് മാറ്റി KSRTCക്ക് കത്ത് കൊടുത്ത് ഒരു ട്രാക്ക് ഉപയോഗിക്കാൻ പാടുള്ള നിർദ്ദേശം നഗരസഭ കൊടുക്കുന്നതാണ്. എടക്കര വഴിക്കടവ് ഭാഗത്തേക്ക് പോകുന്ന സർവീസുകൾ നിർത്തിവെച്ച് നടത്തിയ പണിമുടക്കാണ് അവസാനിപ്പിച്ചത്. വെളിയന്തോട് നടക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തികൾ വേഗത്തിലാക്കുവാനും ഗതാഗതത്തിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്തുവാനും യോഗത്തിൽ തീരുമാനമായി. പ്രവൃത്തികൾ 10 ദിവസത്തിനകം പൂർത്തീകരിക്കാനാവുമെന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രതീക്ഷയിൽ താൽക്കാലികമായി വാഹന ഗതാഗതം ക്രമീകരിക്കുവാനാണ് തീരുമാനം. എടക്കരയിൽ നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് വരുന്ന വലിയ വാഹനങ്ങൾ മൂത്തേടം കരളായി വഴി തിരിച്ചുവിടുന്നതിനും ചെറുവാഹനങ്ങൾ കരിമ്പുഴയിൽ നിന്നും പാത്തിപ്പാറ വഴി ചന്തക്കുന്നിലേക്ക് വരുവാനും സംവിധാനമൊരുക്കും. ഇതിനായി 2 ഇടങ്ങളിലും ഹോം ഗാർഡുകളെ നിയമിക്കും. നിലമ്പൂരിൽ നിന്നും പോകുന്ന വാഹനങ്ങൾ KNG റോഡ് വഴി പോകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ബോർഡുകൾ സ്ഥാപിച്ച് മാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങളെ അറിയിക്കും. ഗതാഗതക്കുരുക്ക് കാരണം ഏറെ സമയം നഷ്ടം വരുന്നതിനാൽ ബസ്സുകൾക്ക് സർവീസുകൾ നടത്തുവാൻ കഴിയാത്തതിനാലാണ് ഒരു ദിവസം തൊഴിലാളികൾ സർവീസുകൾ നിർത്തിവെച്ചത്. പൊതുമരാമത്ത് പ്രവൃത്തികൾ ആധുനിക രീതികളിലേക്ക് മാറ്റി സമയം ലാഭിക്കണമെന്ന് വിവിധ വകുപ്പ് പ്രതിനിധികളും യോഗത്തിൽ പറഞ്ഞു. തൊഴിലാളികളും നിരവധി പരാതികളും യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. PWD AEC അനീഷ്, നിലമ്പൂർ സബ് ഇൻസ്പെക്ടർ CP ജാബിർ, ജോയിന്റ് RTO DP ദിലീപ്, നഗരസഭാ സെക്രട്ടറി A ഫിറോസ് ഖാൻ, നഗരസഭാ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കുമഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, ബസ് ജീവനക്കാരുടെ പ്രതിനിധികളായ TP റിയാസ്, അബ്ദുൾ റഷീദ് തുടങ്ങിയവരും ബസ് ജീവനക്കാരും യോഗത്തിൽ സംബന്ധിച്ചു. SS Gold, pure gold. SS Group, Nilambur.